നമസ്കാരം, വെൽക്കം ടു ലേൺ ഈസി വിത്ത് ജി സി. ഞാൻ ഗോപു ചന്ദ്രൻ. അപ്പോൾ നമ്മൾ ഇനി ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ 4ാമത്തെ പാർട്ടാണ് നോക്കാൻ പോകുന്നത്. ഈ വീഡിയോയിൽ ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ ആവറേജ് സ്പീഡും ഷോർട്ട് കട്ട്സും അതിൻ്റെ ഒരു 4-5 ക്വസ്റ്റ്യൻസാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. തുടങ്ങാം. അപ്പോൾ നോക്കാം. അതായത് ക്വസ്റ്റ്യനാണ്, ഒരാൾ പകുതി ദൂരം 20 km/h സഞ്ചരിക്കുന്നു. ഒരാള് പകുതി ദൂരം 20 km/h സഞ്ചരിക്കുന്നു. ബാക്കി പകുതി ദൂരം 40 km/h സഞ്ചരിക്കുന്നു. ബാക്കി പകുതി ദൂരം 40 km/h സഞ്ചരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ ആവറേജ് സ്പീഡ് എന്താ? ആവറേജ് സ്പീഡ്, വേഗത, ഫസ്റ്റ് പകുതി ദൂരം 20 km/h, ബാക്കി പകുതി ദൂരം 40 km/h ആണെങ്കിൽ അയാളുടെ ആവറേജ് സ്പീഡ് എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് ദൂരം എത്രയാണെന്ന് അറിയില്ല, ടൈം എത്രയാണെന്ന് അറിയില്ല. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യുക. എന്ത് അസ്യൂം ചെയ്യുന്നു? ഊഹിക്കുക. എന്ത് ഊഹിക്കുന്നു? അയാൾ നോക്കി, ഇപ്പൊ ഇതാണ് ദൂരം എന്ന് വിചാരിക്കും. ഇത്രയും ദൂരം എസ് ഡി എന്ന് എടുക്കുന്നു. ഓക്കെ, ഇത്രയും ദൂരം ഞാൻ ഡി എന്ന് എടുക്കുന്നു. ബാക്കി ദൂരം എന്തെങ്കിലും എടുക്കുന്നു? ഡി. കാരണം എന്താ? ഒരേ ദൂരമാണ് സഞ്ചരിക്കുന്നത്. ഈ ദൂരത്തില് 20 km/h, ഇവിടെ എത്രയാ? 40 km/h അല്ലേ? ഇതിലെ മൊത്തം സ്പീഡ് വന്നിരിക്കുന്നത് 20ഉം 40ഉം അല്ലെ? അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഈ ഡി എന്ന് പറയണത് 40ന്റെയും 20ന്റെയും LCM ആയിട്ട് അസ്യൂം ചെയ്യാം. 40 എടുക്കുക. ഡി എന്ന് പറയുന്നത് 40 എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ടൈം എന്ന് വെച്ചാൽ ഇത് 40 എടുക്കുകയാണെങ്കിൽ 40/20 അല്ലെ? ടൈം എന്ന് വെച്ചാൽ എന്താ? ഡിസ്റ്റൻസും സ്പീഡ് നമ്മൾ ഹരിച്ചാൽ കിട്ടുന്നതല്ലേ? 40/20 ചെയ്താൽ എന്ത് കിട്ടും? ഇവിടെ ടൈം എത്ര കിട്ടും? 2. അതുപോലെ ഇവിടെ 40/40 ചെയ്ത് എത്ര കിട്ടും? 3 അല്ലെ? അപ്പൊ നമ്മുടെ ഫോർമുല എന്ന് വെച്ചാൽ ആവറേജ് സ്പീഡ് എന്ന് വെച്ചാൽ ഇക്വേഷൻ എന്താ? മൊത്തം ദൂരം ബൈ മൊത്തം ടൈമാണ്. മൊത്തം ദൂരം എത്രയാ? 40ഉം 40ഉം 80. മൊത്തം ടൈം എത്രയാ? 2ഉം 1ഉം 3. സോ ഇതാണ് ഉത്തരം. 80/3 ആണ് ഉത്തരം. മനസ്സിലായോ? വേറൊരു എക്സാമ്പിൾ കൂടി പറയാം. ഇത് 30 എടുക്കും. ഇത് 30 എടുക്കുന്നു. മറ്റേത് 20 എടുക്കുന്നു. എന്നിട്ട് ഇതിന്റെ ആവറേജ് സ്പീഡ് എന്താണെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും? ആവറേജ് സ്പീഡ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യുക? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിന്റെ LCM എന്ന് പറയുന്നത് എന്തെടുക്കുക? 30ന്റെയും 20ന്റെയും LCM 60 അല്ലേ? അപ്പോ ഇവിടെയും 60 km സഞ്ചരിച്ചു, ഇവിടെയും എത്ര സഞ്ചരിച്ചു? 60 km. അപ്പൊ മൊത്തം ദൂരം എന്ന് പറയുന്നത് എത്രയാ? 60 + 60 = 120. മൊത്തം ദൂരം ഈ 60 എന്ന് പറയുന്നത് ഇവന്റെ, ഈ 60 എന്ന് വെച്ചാൽ ഇവിടുത്തെ 120. ഇനി ടൈം എന്ന് വെച്ചാൽ 60/30 എത്രയാ? 2. 60/20 എത്രയാ? 3. അപ്പൊ എത്ര കിട്ടും? ടൈം എത്ര കിട്ടും? 5 കിട്ടും. അപ്പൊ സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 120/5. 120/5 എത്ര കിട്ടും? 24. അത്രയും km/h. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇത് 30 ആണ്, ഇത് 20 ആണ്. ദൂരം അറിയില്ല, ടൈമും അറിയില്ല. അപ്പൊ ദൂരം കണ്ടുപിടിക്കാൻ ഓരോ ദൂരവും ഈക്വൽ ആയിട്ട് എടുക്കുക. എത്ര എടുക്കുന്നു? 60 എടുക്കുക. എന്തുകൊണ്ട് 60 എടുത്തു? 30ന്റെയും 20ന്റെയും LCM എന്ന് പറയുന്നത് 60 ആണ്. ഇവിടെ 60 km, ഇവിടെ 60 km. മൊത്തം ദൂരം 120 km. ഇനി ഇവിടുത്തെ ടൈം എത്രയായിരിക്കും? 60/30 2, 60/20 3, 2, 3, മൊത്തം 5 മണിക്കൂർ. 120 km 5 മണിക്കൂർ. സ്പീഡ് എത്രയായിരിക്കും? ആവറേജ് സ്പീഡ് 24 ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ പറയട്ടെ. അപ്പൊ ഇനി നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തില്. ഓക്കെ, ഇത് 60 km. ആദ്യത്തെ സ്പീഡ് 60 km/h, രണ്ടാമത്തെ സ്പീഡ് 30 km/h ആണെങ്കിൽ, എന്താണ് ആവറേജ് സ്പീഡ്? അപ്പൊ നമ്മള് LCM എന്തായിട്ട് എടുക്കുക? ഡിസ്റ്റൻസ് അല്ലേ? 60ന്റെയും 30ന്റെയും LCM എത്രയാ? 60 അല്ലേ? അപ്പൊ ഇവിടെ 60, ഇവിടെ 60, മൊത്തം 60 + 60 വരും. മൊത്തം ദൂരം 120. എന്തുകൊണ്ട് 120 വന്നു? ഇവിടെ 60, ഇവിടെ 60 km. ഓക്കെ, അപ്പൊ ഇവിടെ 60 km സഞ്ചരിച്ചു, ഇവിടെ 60 km സഞ്ചരിച്ചു. അപ്പൊ 60 km. ഇവിടുത്തെ ടൈം എന്തായിരിക്കും? ദൂരം 60 ആയിട്ട് എടുത്ത്. അപ്പൊ 60/60 1 കിട്ടും. ഇവിടെ 60/30 2 കിട്ടും. അപ്പൊ എന്ത് കിട്ടും? 120/3 കിട്ടും. 40 km/h കിട്ടും.
മനസ്സിലായോ? ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇനി ഇത് വേറെ രീതിയിൽ കൂടി ചോദിക്കാം കേട്ടോ. അതായത് ഇപ്പൊ ഞാൻ ഈക്വൽ എടുക്കുന്നതിന് പകരം ഇങ്ങനെ എടുത്തെന്ന് വിചാരിക്കും. ആദ്യത്തെ 1/3 ദൂരം, മൊത്തം ദൂരത്തിന്റെ 1/3 സഞ്ചരിക്കുന്ന സ്പീഡ് എന്ന് പറയുന്നത് 15 km/h. മൊത്തം ദൂരത്തിന്റെ 1/3 എന്ന് പറയുന്നത് 15 km/h. അടുത്ത 1/3 സ്പീഡ് എന്ന് പറയുന്നത് ഒരു 20 ആക്കിയ അല്ലെ, 20 km/h. അവസാനത്തെ 1/3, മൂന്നാമത്തെ 12 km/h. അപ്പൊ അയാള് ദൂരം എങ്ങനെ ദൂരം സഞ്ചരിക്കുന്നത്? 3 ഈക്വൽ ദൂരം, ഇവിടെ ഡി, ഇവിടെ ഡി, ഇവിടെ ഡി, 3 ഈക്വൽ ദൂരമായിട്ട് സഞ്ചരിക്കുന്നത്. ഇവിടുത്തെ സ്പീഡ് 15, ഇവിടുത്തെ സ്പീഡ് 20, ഇവിടുത്തെ സ്പീഡ് 12 ആണെങ്കിൽ അയാളുടെ ആവറേജ് സ്പീഡ് എന്താ? അപ്പൊ നേരത്തെ നമ്മൾ ചെയ്തപ്പോൾ 2 ഈക്വൽ ദൂരമാണ്, ഇവിടെ 3 ഈക്വൽ ദൂരമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ സാധാരണ പോലെ തന്നെ ചെയ്യാം. 15, 20, 12 മൊത്തം എൽസിഎം എത്ര വരും? 60. അപ്പൊ ഓരോ ദൂരം എന്തായിട്ട് എടുക്കുക? 60 കിലോമീറ്റർ, 60 കിലോമീറ്റർ, 60 കിലോമീറ്റർ. ഓരോ ദൂരം 60, 60, 60. അപ്പൊ ടോട്ടൽ ദൂരം എത്രയാകും? 60 പ്ലസ് 60 പ്ലസ് 60 ഈക്വൽ ടു മൊത്തം ദൂരം എന്ന് പറയുന്നത് 150 വരും. അപ്പൊ ആവറേജ് സ്പീഡ് എന്ന് വെച്ചാൽ എന്താ? മൊത്തം ദൂരം ബൈ മൊത്തം ടൈം അല്ലേ? അപ്പൊ T1 പ്ലസ് T2 പ്ലസ് T3, ടോട്ടൽ ടൈം T1 T2 T3. നോക്കാം, 150 ബൈ T1 കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ദൂരം ബൈ സ്പീഡ് 60 ബൈ 15 4, ഇവിടെ 60 ബൈ 20 3, 60 ബൈ 12 5. ഇപ്പൊ എത്ര കിട്ടും? 150 ഡിവൈഡഡ് ബൈ 12 എന്ന് കിട്ടും അല്ലെ? 150 ഡിവൈഡഡ് ബൈ 12 ഈക്വൽ ടു എന്ത് വരും? 6 പൂൺ അല്ലെ? 30 ബൈ 2 എന്ന് കിട്ടും. ഈക്വൽ ടു എത്ര വരും? 15. മനസ്സിലാവുന്നുണ്ടോ? 150 ബൈ 12 15 km/h വരും. ഓക്കെ അല്ലേ? എന്തൊക്കെയാ ചെയ്ത്? ആദ്യത്തെ 1/3 15 km/h, അടുത്ത 1/3 20 km/h, ലാസ്റ്റ് 1/3 12 km/h ആണെങ്കിൽ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്തു? ഇതിന്റെ എൽസിഎം 15, 20, 12, എൽസിഎം എന്ന് പറയുന്നത് എന്താ? 60. അപ്പൊ ഓരോ ദൂരവും 60 ആയിട്ട് എടുക്കുക. അപ്പൊ മൊത്തം ദൂരം എത്രയായി? 180 വരും. 60 × 3 ബൈ ടോട്ടൽ ടൈം. ഇവിടുത്തെ ടൈം എന്തായിരിക്കും? 60 ബൈ 15 4, 60 ബൈ 20 3, 60 ബൈ 12 5, 180 ബൈ 12 15 എന്ന് കിട്ടും. ഓക്കെ, ലാസ്റ്റ് ഒരു ചോദ്യം കൂടി ചെയ്തിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, ഒരാള് 1/3 ദൂരം 40 km/h. വേറൊരു ക്വസ്റ്റ്യൻ, ബാക്കി 2/3 ദൂരം 80 km/h. മൊത്തം ദൂരത്തിന്റെ 1/3 ഭാഗം അയാള് 40 km/hലും 1/2 ഭാഗം 80 km/hലാണെങ്കിൽ അയാളുടെ ആവറേജ് സ്പീഡ് എന്താ? അയാളുടെ ആവറേജ് സ്പീഡ് എന്താണെന്നാണ് ചോദ്യം. അപ്പൊ എന്താ ചെയ്യുക? അപ്പൊ നമുക്ക് അസ്യൂം ചെയ്യാം ഇതിന്റെ എൽസിഎം 80ന്റെയും 40ന്റെ എൽസിഎം എത്ര? 80 അല്ലേ? അപ്പൊ ഈ 1/3 ദൂരം എന്ന് പറയുന്നത് എത്ര എടുക്കുക? 80 km എടുക്കുക. എൽസിഎം 1/3 80 ആണെങ്കിൽ 2/3 എന്ന് പറയുന്നത് എന്തായിരിക്കും? 2/3 എന്ന് പറയുന്നത് എന്തായിരിക്കും? 160 km അല്ലേ? അല്ലെ? 3-ൽ ഒരു ദൂരം 1/3 ദൂരം ഞാൻ 80 ആയിട്ട് എടുത്തു. അങ്ങനെയെങ്കിൽ 2/3 എന്തായിരിക്കും? 160. അപ്പൊ മൊത്തം ദൂരം എന്ന് പറയുന്നത് എന്തായിരിക്കും? 80 പ്ലസ് 160 ഈക്വൽ ടു 240 km എന്ന് കിട്ടും മൊത്തം ദൂരം. ഇനി ടോട്ടൽ ടൈം, ഇവിടുത്തെ ടൈം എന്തായിരിക്കും? 80 ബൈ 40 അല്ലെ? ഇവിടുത്തെ ടൈം എന്തായിരിക്കും? 160 ബൈ 80. അപ്പൊ എന്ത് കിട്ടും? 2 പ്ലസ് 2 ഈക്വൽ ടു 4 മണിക്കൂർ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ് എന്തായിരിക്കും? ടോട്ടൽ ദൂരം ബൈ ടോട്ടൽ ടൈം ആയിരിക്കും. അപ്പൊ 240 ബൈ 4 ഈക്വൽ ടു എന്തായിരിക്കും? 60. ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 60 km/h ആയിരിക്കും. മനസ്സിലായോ? ഓക്കെ അല്ലേ? ഇതേ ദൂരം അല്ല, സോറി, ഇതേ ചോദ്യം അവര് ഒന്നുകൂടി മാറ്റി ചോദിക്കും. ഇപ്പൊ അവര് പറയും മൊത്തം ടൈം ഒരു 10 മണിക്കൂർ എന്ന് എഴുതി. മൊത്തം ടൈം 10 മണിക്കൂറാണെങ്കിൽ ഇയാളുടെ
ആദ്യം സഞ്ചരിച്ച ദൂരം, അതായത് 40 km/h സഞ്ചരിച്ചത് എത്ര സമയം സഞ്ചരിച്ചിട്ടുണ്ടാവും? മൊത്തം 10 മണിക്കൂറാണ് അയാൾ സഞ്ചരിച്ചിരിക്കുന്നതെങ്കിൽ ഈ 40 km വേഗത എത്ര ദൂരം അയാൾ സഞ്ചരിച്ചിട്ടുണ്ടാവും? അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 60. അപ്പൊ മൊത്തം ദൂരം എന്ന് പറയുന്നത് എന്തായിരിക്കും? ശരിക്കത്തെ മൊത്തം ദൂരം ഇത് നമ്മൾ ഊഹിച്ചതാണ്. ശരിക്കുള്ള മൊത്തം ദൂരം എന്ന് പറയുന്നത് എന്തായിരിക്കും? 60 × 10 600 km ആയിരിക്കും. മൊത്തം ദൂരം എന്ന് പറയുന്നത് 600 km/h ആയിരിക്കും. ഓക്കെ, മൊത്തം ദൂരം 600 km/h. ഈ 600 km/h ആണ് മൊത്തം ദൂരം. അതിൽ 40 km/h സഞ്ചരിച്ചത് എത്രയാ? 1/3. അപ്പൊ നമുക്ക് ആവശ്യം ഇതിന്റെ 1/3 കണ്ടുപിടിച്ചാൽ മതി. ഈക്വൽ ടു എത്രയായിരിക്കും? 200 km ആയിരിക്കും. ഇങ്ങനെയും ചോദ്യം ചോദിക്കും. അല്ലെങ്കിൽ ചോദിക്കും അയാൾ ഇങ്ങനെ 40 80-ലാണ് യാത്ര ചെയ്യുന്നത്, 1/3 2/3 ദൂരം. അങ്ങനെയാണെങ്കിൽ അയാൾ ഈ 2/3 ദൂരം സഞ്ചരിച്ചത് എത്ര കിലോമീറ്റർ ആയിരിക്കും? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക? ടൈം 10 മണിക്കൂർ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ആദ്യം നിങ്ങൾ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കുക, 60 km/h. അങ്ങനെ മൊത്തം ദൂരം കിട്ടുമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 60 × 10 600 കിട്ടും. അപ്പൊ ഇതിന് ഈക്വൽ ആയിട്ടുള്ള ദൂരം എത്രയാ? 2/3 ആണ്. 600ന്റെ 2/3 എന്ന് വെച്ചാൽ എന്തായിരിക്കും? 400 km ആയിരിക്കും. ഈ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുന്ന ആവറേജ് സ്പീഡ് എന്ന്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മനസ്സിലായ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കിട്ടാൻ വേണ്ടി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.